Hi friends, welcome to Neethas Tasteland. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്ക് റെസിപ്പിയാണ്. സ്നാക്ക് റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നല്ല രണ്ട് റെസിപ്പീസ് ആണ് നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പോകുന്നത്. ഇത് സ്നാക്ക് ആയിട്ട് കഴിക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പോ ഡിന്നർ കഴിച്ചതിന് ശേഷം കുറച്ച് മധുരം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഡെസേർട്ട് ആയിട്ടും കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലുള്ള അരിപ്പൊടി ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എളുപ്പത്തിൽ എന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ വീട്ടില് കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ടൈം എടുക്കാന്ന് വെച്ചാൽ കുക്കിങ്ങിലല്ല നമുക്ക് ടൈം വേണ്ടി വരുന്നത്, നമ്മൾ അതിന്റെ പ്രിപ്പറേഷനിലാണ് ടൈം വേണ്ടി വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പല കുട്ടികൾക്കും കുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൈ പൊള്ളും, അല്ലെങ്കിൽ അത് ശരിയാവില്ല, നീ ചെയ്താൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മക്കളെ മാറ്റി നിർത്താണ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ നമ്മൾ മക്കളെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്കിപ്പോൾ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതിൽ നിന്നൊരു ചേഞ്ച് ആയിട്ട് താല്പര്യപൂർവ്വം ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അരിയുണ്ടയാണ്. അരിയുണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അരിയുണ്ട ചെയ്തിരുന്നു. അത് അരി വറുത്ത് പൊടിച്ചതിന് ശേഷം ഉണ്ടാക്കിയതാണ്. ഇതിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് അരിയുണ്ട എരിവും മധുരവും ഉള്ള രീതിയിൽ നിന്നാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ എരിവുള്ളത് സ്നാക്കായിട്ട് ചെയ്യുന്നുണ്ട്, മധുരമുള്ളത് സ്നാക്കായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഡിന്നർ കഴിയുമ്പോഴും കഴിക്കാം. അതാണ് രണ്ട് രീതിയിൽ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഉണ്ട ഉരുട്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞത്. കുട്ടികളെ ഇൻട്രസ്റ്റോടുകൂടി നമുക്ക് ഉരുട്ടി തരുമല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു അരിയുണ്ട രണ്ട് രീതിയിലും ഉണ്ടാക്കി കഴിച്ചു നോക്കൂ, ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മൾ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വൈകിട്ട് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് റെഡിയാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഹെൽത്തി ആയിട്ട് നോക്കുകയാണെങ്കിലും കുഴപ്പമില്ല, അതുപോലെ തന്നെ സ്നാക്ക് ആയിട്ട് കൊടുക്കാം. എല്ലാ രീതിയിലും നമുക്ക് ഇപ്പോൾ ഏത് രീതിയിൽ, ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും മധുരമുള്ള രീതിയിൽ റെഡിയാക്കിയിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ പ്രായമായ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കും കഴിക്കാം. ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് രണ്ട് രീതിയിലുള്ള നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 2 കപ്പ് അരിപ്പൊടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കപ്പ് അരിപ്പൊടിയിൽ നമ്മൾ മധുരമുള്ള കൊഴുക്കട്ട ഉണ്ടാക്കും, 1 കപ്പ് അരിപ്പൊടിയിൽ നമ്മൾ എരിവുള്ള കൊഴുക്കട്ട ഉണ്ടാക്കും. അപ്പോൾ മധുരമുള്ള കൊഴുക്കട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി, അതുപോലെ തന്നെ തേങ്ങയുടെ 1/4 പാലും 2/2 പാലും എടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഒരു 3/4 കപ്പ് 1/4 പാലുണ്ട്, 2 കപ്പ് 2/2 പാൽ എടുത്തിട്ടുണ്ട്. 2/2 പാലും 3/4 പാലും ഒരുമിച്ച് ചേർത്താണ് ഞാൻ എടുത്തത്. പക്ഷെ 2/2 പാലായിട്ട് തന്നെ കൂട്ടിയാൽ മതി, കുറച്ച് തിക്കായിട്ടാണ് 2/2 പാൽ എടുത്തത്. പഞ്ചസാര, ഏലക്ക, ഇതാണ് മധുരമുള്ള കൊഴുക്കട്ടയ്ക്ക് ആവശ്യമുള്ളത്. ഇനി എരിവുള്ള കൊഴുക്കട്ടയാണെങ്കിൽ കടുക് വേണം, കറിവേപ്പില, വറ്റൽമുളക്, ഉള്ളി, അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഇതിൽ മുളക് പൊടി ചേർക്കുന്നതിനേക്കാൾ ബെറ്റർ നമ്മൾ വറ്റൽമുളക് അങ്ങനെ തന്നെ എടുത്തിട്ട് ചതച്ച് ചേർക്കുന്നതാണ്. അതുപോലെ തന്നെ ഉള്ളി ചേർത്താലേ കൊഴുക്കട്ടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ സവോള ചേർക്കണമെങ്കിൽ കൊഴുക്കട്ടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, ഉള്ളി തന്നെ ചേർക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ പൊടി കുഴയ്ക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുക. പൊടി തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കുഴച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ പൊടിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കാം. ഏത് രീതിയിൽ ചെയ്താലും നമ്മൾ സോഫ്റ്റ് ആയിട്ട് പൊടി കുഴച്ചെടുക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പൊടി കുഴയ്ക്കുന്നത് കുറച്ച് വലിയൊരു പാത്രത്തിലാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബൗളിൽ ഇട്ടിട്ട് കുഴയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ ഒരു വലിയ സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ നമ്മളൊരു സ്പൂണും കൂടി എടുത്ത് കയ്യിൽ പിടിക്കുക. എന്താ വെച്ചാൽ തിളച്ച വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ കൈ കൊണ്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ കൈ നന്നായിട്ട് പൊള്ളും. അപ്പോൾ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുക, അതിനുശേഷം മാത്രം കൈ ഉപയോഗിച്ചിട്ട് ഇളക്കുക. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഈ ചേർക്കാൻ പോകുന്നത് കുറച്ച് ഉപ്പാണ്. ആദ്യമേ കുറച്ച് ഉപ്പ് ചേർക്കുക, അതിനുശേഷം നമ്മൾ പൊടി കുഴച്ച് പകുതി മാറ്റിയതിന് ശേഷം വീണ്ടും ഉപ്പ് ചേർക്കും. ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മളെപ്പോഴും കൊഴുക്കട്ട, അതുപോലെ തന്നെ നമ്മുടെ ഫില്ലിങ് വെച്ച കൊഴുക്കട്ട ഉണ്ടല്ലോ, മധുരമുള്ള കൊഴുക്കട്ട, തേങ്ങയും ശർക്കരയൊക്കെ ഫില്ല് ചെയ്ത കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത അരിപ്പൊടി തന്നെ യൂസ് ചെയ്യുക. ഒപ്പം തന്നെ അത് അപ്പത്തിന്റെ പാകത്തിന് അല്ല, പുട്ടിന്റെ പാകത്തിന് പൊടിച്ചെടുത്തതാണെങ്കിൽ വീണ്ടും ഒന്നുകൂടി പൊടിക്കുക. ഇല്ലെങ്കിൽ അപ്പത്തിന്റെ പൊടി എടുത്തതിന് ശേഷം ഒന്നുകൂടി അരിച്ചെടുത്തതിന് ശേഷം പൊടി കുഴയ്ക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊഴുക്കട്ടയുടെ പൊടി മിക്സ് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ തരി ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുള്ള പൊടി കൊണ്ടേ നമ്മൾ കൊഴുക്കട്ടയും അതുപോലെ തന്നെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കിയപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ വെള്ളം കുറവാണ്, നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുമിച്ച് തന്നെ മുഴുവൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റില്ല, കറക്റ്റ് കൺസിസ്റ്റൻസി ആവില്ല.
ഇപ്പോൾ ഞാൻ കുഴയ്ക്കുന്നില്ല, ഒന്ന് ചൂട് കുറഞ്ഞു വരുമ്പോഴേ കുഴയ്ക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ കൊഴുക്കട്ടയ്ക്കുള്ള പൊടി കുഴച്ചെടുത്തിട്ടുണ്ട്. ബോൾസ് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ബോൾസ് ആണ് നമ്മൾ നമ്മുടെ മധുരമുള്ള കൊഴുക്കട്ടയ്ക്കായിട്ട് എടുക്കുന്നത്. എരിവുള്ള കൊഴുക്കട്ടയ്ക്കാവുമ്പോൾ കുറച്ചുകൂടി വലിയ ബോൾസ് ആക്കി എടുക്കും. ഈ ഒരു വലിപ്പമുള്ള ബോൾസ് ആയിട്ടാണ് ഞാൻ മധുരമുള്ള കൊഴുക്കട്ടയ്ക്ക് ഉരുട്ടിയെടുക്കുന്നത്. എരിവുള്ള കൊഴുക്കട്ടയാകുമ്പോൾ ഈ ഒരു വലുപ്പത്തിൽ. നമ്മുടെ രണ്ട് ബോൾസ് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? അപ്പോൾ ഇതുപോലെ വലിയ ബോൾസും ചെറിയ ബോൾസും ആയിട്ട് ഉരുട്ടിയെടുക്കാം. വലിയ ബോൾസ് ഉരുട്ടുമ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് പൊടി കുഴച്ചതിന് ശേഷം ഉരുട്ടുക. ചെറിയ ബോൾസ് ആദ്യം ഉരുട്ടി മാറ്റുക. ഇതിനി ഞാൻ കംപ്ലീറ്റ് ഉരുട്ടി എടുക്കട്ടെ, കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ചെറിയ ബോൾസും അതുപോലെ തന്നെ വലിയ ബോൾസും ഉരുട്ടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് സമയം എടുത്ത് ഉരുട്ടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇത് ഞാൻ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാൻ പോവാണ്. ആവി കയറ്റിയെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെള്ളം തിളയ്ക്കുമ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ തട്ട് വെച്ചതിന് ശേഷം ആ തട്ടിലേക്ക് വെച്ചിട്ട് ഈ ബോൾസ് വെച്ച് കൊടുക്കും. അതിനുശേഷം നന്നായി ആവി വരുമ്പോൾ ഫ്ലെയിം കുറച്ച് അടച്ച് 10 മിനിറ്റ് വെക്കുക. 10 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ ഈ ബോൾസ് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഉള്ളിയും വറ്റൽമുളകും ചേർത്ത് ചതച്ചെടുക്കും. ചതച്ചെടുക്കാൻ വെച്ചാൽ മിക്സിയിലാണ് ഇന്നിപ്പോൾ ക്രഷ് ചെയ്തെടുക്കാൻ പോകുന്നത്. വറ്റൽമുളക് നമ്മുടെ എരിവനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ 8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുകയല്ല, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് അങ്ങ് എരിവുണ്ടാവില്ല, ചെറിയ എരിവുണ്ടാവുള്ളൂ. ഒപ്പം തന്നെ നമുക്കിനി ഏലക്കയും ചതച്ചെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുന്നത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതേ ഉള്ളൂ. ഇടിയപ്പം ഉണ്ടാക്കിയപ്പോൾ കണ്ടതാണ്. അപ്പോൾ എന്തായാലും ഇതിനി വെള്ളം തിളയ്ക്കട്ടെ, ആവി കയറ്റിയെടുക്കാൻ റെഡിയാക്കട്ടെ. അപ്പോൾ നമ്മൾ ഉരുട്ടി പകുതി ആവുമ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉരുട്ടി തീരുമ്പോഴത്തേക്കും വെള്ളം തിളച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വേഗം തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ കൊഴുക്കട്ട എല്ലാം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 2 സൈഡിൽ വെച്ചിട്ട് 2 വലിപ്പത്തിലുള്ളതും കുക്ക് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം എരിവുള്ള കൊഴുക്കട്ട റെഡിയാക്കാം. അതിനുശേഷം നമുക്ക് മധുരമുള്ള കൊഴുക്കട്ട റെഡിയാക്കാം. അപ്പോൾ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ. നമ്മൾ പൊടി തിളച്ച വെള്ളത്തിൽ കുഴച്ചതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കില്ല. പിന്നെ അതുപോലെ തന്നെ പച്ച അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ വറുക്കാത്ത അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ നമ്മൾ ചട്ടി വെച്ചതിന് ശേഷം ചട്ടി ചൂടായിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിരുന്നു. വെളിച്ചെണ്ണയും ചൂടായി. ഇതിലേക്ക് നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും ഉള്ളിയും ചേർന്ന് മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഈ വറ്റൽമുളകും ഉള്ളിയും ഒന്ന് കുക്കായി വരണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പില ചേർക്കാം. ഈ ഉള്ളി ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിക്ക് ഉപ്പ് ഉണ്ടാവില്ല അല്ലെങ്കിൽ. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് ചേർക്കുന്നത്. നമ്മൾ ബോൾസ് വലുതായിട്ട് ഉരുട്ടിയപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് വീണ്ടും കുഴച്ചതിന് ശേഷമാണ് ഉരുട്ടിയെടുത്തത്. അത് ഞാൻ പറഞ്ഞിരുന്നു. ഇതിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ കൂടി പോവാതെ നോക്കണം. വെളിച്ചെണ്ണ കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബോൾസിലൊക്കെ നന്നായിട്ട് ഉള്ളിയൊക്കെ പൊതിഞ്ഞിരിക്കും. പക്ഷേ എണ്ണ ഇങ്ങനെ ഒഴുകി നിൽക്കുമ്പോൾ നമുക്കത് കഴിക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല. അപ്പോൾ വെളിച്ചെണ്ണയുടെ അളവ് കൃത്യമായിരിക്കണം. അപ്പോൾ ഞാൻ പൊടി കുഴച്ചെടുത്തത് 2 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് കുഴച്ചെടുത്തത്. നിങ്ങളിപ്പോൾ 1 കപ്പ് പൊടിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 3/4 കപ്പ് വെള്ളം ചേർക്കുക. പിന്നെ നമ്മുടെ പൊടിയുടെ ആ ഒരു ബ്രാൻഡ് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഞാനിത് വീട്ടിൽ പൊടിപ്പിച്ചെടുത്ത പൊടിയാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പൊടിയാണെന്നുണ്ടെങ്കിലും അളവിൽ വ്യത്യാസം വരാം. അപ്പോൾ കുറച്ചായിട്ട് തന്നെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർക്കാം. ഇതിലിപ്പോൾ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ റെഡ് ഷെയ്ഡ് ആയിരിക്കും. പക്ഷെ ടേസ്റ്റ് കൂടുതലും വറ്റൽമുളക് ക്രഷ് ചെയ്തത് തന്നെ ചേർക്കുമ്പോഴാണ്. കാശ്മീരി ചില്ലി പൗഡർ ഇതിന് സ്യൂട്ട് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ കിച്ചൂസിന് മധുരമുള്ളത് അത്ര താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 രീതിയിൽ ചെയ്യുന്നത്. കിച്ചൂസ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലേ കഴിക്കുള്ളൂ. മധുരം അത്ര പ്രിയമല്ല കിച്ചൂസിന്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. അത് വീഡിയോ ആക്കുകയും ചെയ്യാം. അപ്പോൾ 2 രീതിയിൽ ചെയ്യുന്ന രീതിയും കാണിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് 2 ഓപ്ഷനും ഞാൻ പറയുന്നത്. അപ്പോൾ എരിവ് താല്പര്യമുള്ള ആളുകൾക്ക് നമുക്ക് ഇപ്പോൾ വീട്ടിലെ വലിയവർക്കാണെങ്കിലും എരിവ് താല്പര്യമുള്ള കുട്ടികൾക്കാണെങ്കിലും നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലും മധുരം മാത്രം താല്പര്യമുള്ള ആളുകളാണെങ്കിൽ മധുരമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ ഏതാണ് ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളത് ട്രൈ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഉള്ളി കുക്കായിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബോൾസ് ആഡ് ചെയ്യാം.
ഇത് കഴിക്കുമ്പോൾ ഉള്ളിയും കറിവേപ്പിലയും എല്ലാം ചേർത്ത് കഴിക്കുക. അപ്പോഴേ നമ്മൾ കറക്റ്റ് ടേസ്റ്റ് അറിഞ്ഞ് കഴിക്കുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോൾസ് മാത്രമായിട്ട് എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ആ ഒരു അരി ഉണ്ട കഴിക്കുന്നു, ചെറിയ എരിവുണ്ട് എന്ന് മാത്രമല്ലേ തോന്നുള്ളൂ. പക്ഷേ ഉള്ളിയുടെ ടേസ്റ്റൊക്കെ കൂടി വരുമ്പോഴാണ് അത് കൂടുതൽ നമുക്ക് ആ ടേസ്റ്റ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇത്ര മതി, ഇത്രയേ ഉള്ളൂ. നമ്മുടെ എരിവുള്ള ബോൾസിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാനിത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി മധുരമുള്ള കൊഴുക്കട്ട റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ മധുരമുള്ള കൊഴുക്കട്ട റെഡിയാക്കാനായിട്ട് ഒരു പാനിലേക്ക് തേങ്ങയുടെ 2-ാം പാലും 3-ാം പാലും ചേർത്ത് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ ബോൾസ് ഇട്ട് കൊടുക്കാം. ഇതിനെ ഒന്ന് തിളച്ച് കുറുകി വരണം. അത്രയും സമയം നമ്മളൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ചേർക്കണമെങ്കിൽ ശർക്കരപ്പാനി ചേർക്കാം, പഞ്ചസാര തന്നെ ചേർക്കണം എന്നില്ല. പിന്നെ ശർക്കരപ്പാനി ചേർക്കുമ്പോൾ കുറച്ച് കളറ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ വൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ പഞ്ചസാര ചേർക്കാൻ പോകുന്നത്. പഞ്ചസാര താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനി ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. ആദ്യമേ തന്നെ മുഴുവൻ പഞ്ചസാരയും ചേർത്തിട്ടുണ്ടെങ്കിൽ മധുരം കൂടിപ്പോവും. മധുരം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കുറേ ജോലി ചെയ്ത് വീണ്ടും തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുത്താലേ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുള്ളൂ മധുരം. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ചേർക്കാം, അതിനുശേഷം ആവശ്യമാണെങ്കിൽ നമുക്ക് കൂടുതൽ ചേർക്കാം. അപ്പോൾ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വീണ്ടും കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്യേണ്ടി വരുന്നേ ഉള്ളൂ. ഇനി പഞ്ചസാര ഒന്ന് നന്നായിട്ട് മെൽറ്റായി നമ്മുടെ ബോൾസിലേക്കൊക്കെ ആ പഞ്ചസാര ഒന്ന് മിക്സായി പിടിച്ചു വരണം. ഇത് തിളയ്ക്കുന്നത് വരെ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത്. തിളച്ചതിന് ശേഷമേ ഫ്ലെയിം കുറയ്ക്കുള്ളൂ. 1-2 പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു നമ്മുടെ ഇടിയപ്പം കണ്ടപ്പോൾ ഞാൻ എത്ര മണിക്കൂറാണ് അരി കുതിർത്തി വെക്കുന്നത് വെള്ളത്തിൽ പൊടിപ്പിക്കുന്നതിന് മുന്നേ ആയിട്ടൊന്ന് ചോദിച്ചിരുന്നു. ഞാൻ 4 മണിക്കൂറാണ് അരി വെള്ളത്തിലിട്ട് വെക്കുന്നത്. അതിനുശേഷം വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം വെള്ളം നന്നായി മാറിക്കഴിഞ്ഞിട്ടാണ് ഇവിടെയുള്ള മില്ലുകളിലൊക്കെ പൊടിച്ച് തരാറുള്ളത്. അവിടെ തന്നെയാണ് പൊടി വറുത്തും തരുന്നത്. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടല്ല വറുക്കുന്നത്. തേങ്ങാപ്പാൽ തിളച്ചു തുടങ്ങി. ഞാൻ ഫ്ലെയിം കുറയ്ക്കുകയാണ്. നമ്മുടെ ഈ തേങ്ങാപ്പാൽ ഒന്ന് കുറുകി വരുന്നത് വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് മധുരം ചെക്ക് ചെയ്യുക. മധുരം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഇത് ഞാൻ ഒന്ന് കുറുകി വരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ തേങ്ങാപ്പാലും ബോൾസും ചേർത്ത് 10 മിനിറ്റായി ഇളക്കി കൊടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുള്ളൂ. ആദ്യം തേങ്ങാപ്പാലും ബോൾസും ചേർന്ന് നന്നായി തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചു. അതിനുശേഷം ഫ്ലെയിം കുറച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റായി ഇളക്കുന്നു. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് ചൂട് കുറയുന്നതനുസരിച്ച് കുറുകി വരും. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ മധുരം നോക്കാം. മധുരം കുറവാണെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മധുരം നോക്കിയപ്പോൾ മധുരം കറക്റ്റാണ്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ചേർക്കാം. ഏലക്ക ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1-ാം പാല് ചേർക്കാം. അപ്പോൾ 1-ാം പാല് ചേർക്കുമ്പോൾ മധുരത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ആദ്യമേ മധുരം ചേർക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ചേർക്കാം. മധുരം ചെക്ക് ചെയ്യുമ്പോൾ മധുരം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ചേർക്കാം. 1-ാം പാലും കൂടി ചേർക്കുമ്പോൾ മധുരം വ്യത്യാസം വരുന്നത് കൊണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കോൺഫ്ലോറോ ഒന്നും ചേർക്കണ്ട കേട്ടോ, തിക്കാവാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോൾസ് ഈ തേങ്ങാപ്പാലിൽ കിടന്ന് കുക്കായി വരുന്നതനുസരിച്ച് ആ ബോൾസിൽ നിന്നുള്ള സ്റ്റാർച്ച് നമ്മുടെ തേങ്ങാപ്പാലിലേക്ക് ആയിക്കോളും. അതനുസരിച്ച് തിക്കായി വരും. അപ്പോൾ അതറിയാത്ത ആളുകൾ ഇപ്പോൾ ചില റെസിപ്പിയിൽ ചിലർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, അതിൽ കോൺഫ്ലോർ ചേർത്തിട്ട് തിക്കാക്കി കൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ചില റെസിപ്പിയിൽ നമ്മൾ കോൺഫ്ലോറോ മൈദയോ ഒന്നും ചേർക്കാറില്ല ആ റെസിപ്പി തിക്കാവാൻ വേണ്ടിയിട്ട്. ചില റെസിപ്പിയിൽ നമ്മൾ ചേർക്കാറുണ്ട്. ഇപ്പോൾ ഇത് അത്യാവശ്യം തിക്കായിട്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1-ാം പാല് ചേർക്കാം. നമുക്ക് എത്രത്തോളം ലൂസായിട്ട് വേണമെന്നനുസരിച്ച് 1-ാം പാല് ചേർക്കാവുന്നതാണ്. ചൂട് കുറയുന്നതനുസരിച്ച് കുറുകി വരും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ കുറുകൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ചേർക്കുക തേങ്ങാപ്പാല്. 1-ാം പാല് ചേർത്തിട്ട് വീണ്ടും തിളപ്പിക്കില്ല കേട്ടോ. അത് പ്രത്യേകം എപ്പോഴും ഞാൻ പറയാറുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കുറുകിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഇതിന്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നുള്ളത്. ഒന്ന് ചൂട് മാറി വരട്ടെ. ചൂട് മാറിയതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് ഈ ഒരു കൊഴുക്കട്ടയ്ക്ക് നല്ലത്. ഈ ഒരു കൊഴുക്കട്ട ടേസ്റ്റ് ഉണ്ടാകുന്നത് നമ്മൾ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം ഉപയോഗിക്കുമ്പോഴാണ്. ചില റെസിപ്പി നമ്മൾ എടുത്തു പറയാറുണ്ട് അത് ചൂടോടുകൂടി തന്നെ ഉപയോഗിക്കുക എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവൂ എന്നുള്ളത്. പക്ഷേ ചില റെസിപ്പിയിൽ നമ്മൾ പറയാറുണ്ട് ചൂടോടുകൂടി തന്നെ ഉപയോഗിക്കരുത്, ചൂട് മാറി വരാനുള്ള സമയം കൊടുക്കുക എന്നുള്ളത്.
ഇപ്പോൾ രണ്ടും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് ഉപയോഗിക്കേണ്ട രീതി അറിയാത്ത ആളുകൾക്ക് ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ രണ്ട് രീതിയിലുള്ള കൊഴുക്കട്ടയും റെഡി ആയിട്ടുണ്ട്. മധുരമുള്ളതും റെഡിയായി, എരിവുള്ളതും റെഡിയായി. എരിവുള്ളത് സ്നാക്കായിട്ട് കഴിക്കാം, മധുരമുള്ളത് സ്നാക്കായിട്ടും കഴിക്കാം. അതുപോലെ തന്നെ ഡെസേർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇതിന്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നത് കണ്ടോ. ഇതുപോലെ നന്നായി തിക്കായി വന്നിട്ടുണ്ട് നമ്മുടെ തേങ്ങാപ്പാല്. അപ്പോ നമ്മൾ തിക്ക് ആവാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർക്കണ്ട എന്ന് പറഞ്ഞല്ലോ. ഇതുപോലെ തിക്കായി വരും. നന്നായി ചൂട് മാറി വരുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഈ ബോൾസും അതുപോലെ തന്നെ തേങ്ങാപ്പാലും എല്ലാം ചേർത്ത് ഒരുമിച്ച് എടുത്തിട്ട് തന്നെ കഴിക്കുക. അപ്പോഴേ ആ മധുരം കറക്റ്റ് ആയിട്ട് ഈ ബോൾസിൽ നമ്മൾ ചവയ്ക്കുമ്പോൾ മിക്സ് ആയി നമ്മുടെ വായിൽ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും എന്തായാലും ഈ രണ്ട് റെസിപ്പിയും സമയം കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.